രാഹുൽ മാങ്കൂട്ടം എംഎൽഎയുടെ ആക്രമണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ കലിപൂണ്ട് നിൽക്കുകയാണ്. തൻ്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ മുഴുവൻ ഇറക്കിയിട്ടും ഒരു പരാതി പോലും എഴുതി വാങ്ങിക്കാൻ കഴിയാതെ ആദ്യം പരാജയപ്പെട്ട മുഖ്യമന്ത്രി അവസാനം ചതിയിൽപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കിയ മാങ്കൂട്ടം എംഎൽഎ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നത് മുഖ്യമന്ത്രിയെ തീർക്കാൻ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ് ചില കാര്യങ്ങൾ കൊണ്ട്. അത്രയ്ക്കും അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധം നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് വലിയ തെറി വിളിക്കുന്നതിന് സമാനമായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെയാണ് അത്തരത്തിൽ വിളിക്കുന്നത് എന്നോർക്കണം. രാഹുൽ മാങ്കൂട്ടം അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: പവർ കട്ട് അല്ല, കേ കട്ടാണ്. കേ കട്ട് സമയത്ത് കേ കാറ്റ് ബെസ്റ്റാണ്. ഏത് ഡാഷ്മോനാണാവോ ഇവിടത്തെ മുഖ്യ മന്ത്രി എന്നാണ് ആ വരികൾ. അതിനൊപ്പം തന്നെ പിണറായി വിജയൻ നാടൻ വിശറിയെടുത്ത് വീശുന്ന ചിത്രവും മാങ്കൂട്ടം കൊടുത്തിരുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം നാണം കെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്നുറപ്പാണ്. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഇപ്പോഴത്തെ വൈദ്യുതി ലഭ്യതയെക്കുറിച്ചും പവർ കട്ടിനെ കുറിച്ചുമൊക്കെ വലിയ ചർച്ചയാക്കാൻ മാങ്കൂട്ടം എംഎൽഎക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വന്ന കമൻറ്റുകൾ പലതും മാങ്കൂട്ടം എംഎൽഎക്കെതിരാണ്. ഇതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. മാങ്കൂട്ടം എംഎൽഎയെ പുകഴ്ത്തിക്കൊണ്ട് കമൻറ്റിടാറുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ പോസ്റ്റിൽ വരാതെ മാറി നിന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, സ്ഥിരം മാങ്കൂട്ടത്തെ പിന്തുണക്കാറുള്ള ഒരു വ്യക്തി ചില കാര്യങ്ങൾ ഇതിൽ എംഎൽഎക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത്, കാര്യങ്ങളെ രാഷ്ട്രീയപരമായി നേരിടുക രാഹുൽ എന്ന് പറയുന്ന ആ വ്യക്തി ഇങ്ങനെയും വ്യക്തമാക്കുകയാണ്. അതായത്, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല, സ്വയം അവമതിപ്പുണ്ടാക്കും എന്നല്ലാതെ ഒരു ഗുണവുമില്ല, മറ്റു പ്രയോജനവുമില്ല. പിണറായി ആയാലും ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് രാഷ്ട്രീയ നായകന്മാരായതല്ല. സമരപദങ്ങളിലൂടെയും ജനസേവനത്തിലൂടെയും ജനങ്ങളുടെ ആദരവ് നേടിയെടുത്ത വ്യക്തിത്വങ്ങളാണ് ഇവർ എന്നുള്ള കാര്യം മാങ്കൂട്ടം ഓർക്കണം. രാഹുലിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ ആ നല്ല രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം എഴുതിയത്. ഇത് 100% സത്യമായിട്ടാണ് തോന്നുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഒരു താഴ്ച സംഭവിച്ച മാങ്കൂട്ടം എംഎൽഎക്ക് ഇനി എംഎൽഎ എന്ന അവകാശം വെറും 9 ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ ജനങ്ങളെ കാണാൻ അത്ര എളുപ്പത്തിൽ കഴിയുകയുമില്ല. പാർട്ടിയിലുമില്ല മാങ്കൂട്ടം. അപ്പോൾ ജനങ്ങളോടും എല്ലാ പാർട്ടി നേതാക്കളോടും വളരെ സൗമ്യമായി പെരുമാറി ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പോസ്റ്റ് വൈറലായി കഴിഞ്ഞു.